ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിരുന്നു. അതായത് ചില പ്രൊഡക്റ്റുകൾ ഞാൻ വീണ്ടും വീണ്ടും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. അതെൻ്റെ ബെസ്റ്റായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ഞാൻ റീപർച്ചേസ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ്. അതുകൂടാണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോകുന്ന കുറച്ച് പ്രൊഡക്റ്റുകളും ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ടേക്ക്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ സെറാവയുടെ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. ഈ ബോട്ടിൽ വാങ്ങിക്കാൻ കാരണം ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട്. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ എന്താ പറയുക, അടുത്തടുത്ത് അതായത് 2 പ്രാവശ്യം ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിലുകൾ വാങ്ങുന്നത്. അപ്പം കൂടുതലും സെറ്റാഫിലും സെറാവയാണ് ഇപ്പോൾ ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും സ്കിന്നിനെ ഹാർഷാക്കാത്ത ഫേസ് വാഷാണ്. പിന്നെ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിനും ഓക്കെയാണ്. കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്. അടുത്തതൊരു സൺസ്ക്രീനാണ്. ന്യൂട്രോജനയുടെ സൺസ്ക്രീൻ ഇത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഞാൻ 4ാമത്തെയോ 5ാമത്തെയോ തവണയാണ് ഈ ഒരു ട്യൂബ് വാങ്ങിക്കുന്നത്. പിന്നെ എൻ്റെ റീസെൻറ്റ് വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ജോസോൺ ആണ്. പക്ഷേ ഞാൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതെടുത്തിട്ട് പോയാൽ ശരിയാവില്ല. കാരണം അത് ഒരുപാട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ശരി ന്യൂട്രോജനയുടെ ഈ ഒരു സൺസ്ക്രീൻ വാങ്ങിക്കാം. ഇതാവുമ്പോൾ പക്ഷേ വൈറ്റ് കാസ്റ്റും ഇല്ല, കുഴപ്പമില്ല. അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ്. ഈ ബ്യൂട്ടി ഓഫ് ജോസോണൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും വാങ്ങിച്ചാണ് ഈ ഒരു സൺസ്ക്രീൻ. അടുത്തതും സൺസ്ക്രീൻ തന്നെയാണ്, പക്ഷേ ഇത് ബോഡി സൺസ്ക്രീൻ ആണ്. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ഇതിൽ നയാസിനമൈഡും സെറാമൈഡും ക്യാരറ്റ് സീഡും റാസ്ബെറി ഒക്കെയാണുള്ളത്. ഇത് അടിപൊളി സൺസ്ക്രീനാണ്. എൻ്റെ ഫേവറേറ്റ് ബോഡി സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ബോഡി വൈസിൻ്റെ അകത്തൊന്ന് വാങ്ങിച്ചു. അതിന് ശേഷം ഞാൻ ട്രൈ ചെയ്യുന്നത് ഈ ഒരു വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീനാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്, വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, ബോഡി ലോഷൻ പോലെയാണ്. വെച്ചാൽ ഭയങ്കരമായിട്ട് വെള്ളം പോലെ അങ്ങനെയല്ല, ഇതൊരു ബോഡി ലോഷനാണ് ആക്ച്വലി. അതേസമയം തന്നെ സൺസ്ക്രീനുമാണ്. എനിവേ സംഭവം അടിപൊളിയാണ്. അടുത്തത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നൊരു സംഭവമാണ് ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു ഡീടാൻ മാസ്ക് കേട്ടോ. ഇതൊരു ക്ലേ മാസ്ക് ആണ്. ആക്ച്വലി ഞാൻ പൊളിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, സ്കിന്ന് ഡ്രൈ ആക്കുമോന്നൊന്നുമില്ല. കാരണം ക്ലേ മാസ്ക് അല്ലേ. യൂഷ്വലി ക്ലേ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ പാക്കേജും ബോട്ടിലൊക്കെ അടിപൊളി സാധനം, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഡീടാൻ മാസ്ക് എന്തായാലും അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത്. അപ്പം പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഇരിക്കുമ്പം നാട്ടിലെ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കരുവാളിക്കും. പിന്നെ ഒറിജിനൽ സ്കിൻ കളറിലോട്ടേക്ക് വരാൻ ഒരുപാട് സമയമെടുക്കും. വീണ്ടും ഞാനിവിടെ വന്നു കഴിഞ്ഞാലൊക്കെയാണ് ശരിയാവുക. അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ് വാങ്ങിച്ചത്. ഇത് SPF 50 ഉള്ളതാണ്. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ്. ഇതും ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. ഡോട്ട് ആൻഡ് കീ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ലിപ് ബാം എനിക്ക് തോന്നുന്നു, ലിപ് ബാം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. ചെറി ടിൻറ്റഡ് ലിപ് ബാമാണ്. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ SPF ഉള്ള ലിപ് ബാം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. കാരണം പിഗ്മെൻറ്റേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുന്നവരാണ്, അതോടൊപ്പം തന്നെ എന്തായാലും സൺ എക്സ്പോഷർ ഉണ്ടാകുന്നതാണ് ഡയറക്റ്റ്. സോ അത് നോക്കുക. പിന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് മേക്കപ്പ് പ്രൊഡക്റ്റുകളാണ്. അതിന് മുന്നേ വേറെ സാധനം കൂടെ കാണിച്ചു തരാം. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. കളർ ബാറിൻ്റെ ഇതൊരു സിന്ദൂറാണ് കേട്ടോ. കളർ ബാറിൻ്റെ മെറൂൺ സിന്ദൂർ.
ഇത് അടിപൊളിയാണ്. ഞാൻ ലാക്മിയുടെ സിന്ദൂർ യൂസ് ചെയ്തിട്ടുണ്ട്, കളർ ബാറിൻ്റെ സിന്ദൂർ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് വെച്ചാൽ ഇപ്പോഴും വേർക്കുന്നുണ്ട്, പക്ഷേ ഇതിനേക്കാളും ഇരട്ടി വേർക്കും നാട്ടിലൊക്കെ പോകുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ആളുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക നല്ലോണം വേർക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ ശരീരപ്രകൃതം. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കണം. യെസ്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു പ്രൈമറാണ്, മെബിലൈൻ ഫിറ്റ്മിയുടെ ഡ്യൂയി സ്മൂത്ത്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണ് ആക്ച്വലി. എൻ്റെത് ഓയിലി ടു ഡ്രൈ ആണ്. നോക്കാം. പ്രൈമർ വിത്ത് വൈറ്റമിൻ ഇ ഉള്ളതാണ്. ഞാൻ മുന്നേ യൂസ് ചെയ്ത പ്രൈമർ എന്ന് പറയുന്നത് ലാക്മിയുടെ ഒരു പ്രൈമർ ആയിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. യെസ്, ഇതാ. അപ്പോൾ ഇതാണ് ഒരെണ്ണം. ഇനി അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഐ ഷാഡോ പാലറ്റാണ്, റെനയുടെ. ഇത് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഓപ്പൺ ചെയ്ത. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഫിയർലെസ് ന്യൂഡാണ് കേട്ടോ. ഞാൻ പൊതുവേ ന്യൂഡ് ഷെയ്ഡ് അങ്ങനത്തെ പാലറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഞാൻ കണ്ണിൻ്റെ മേലെ അങ്ങനെ ഒരുപാട് കളികളൊന്നും കളിക്കാറില്ല. എനിക്ക് കൂടുതലായിട്ടൊന്നും അങ്ങനെ ഭയങ്കര പല കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ന്യൂഡ് പാലറ്റ് സെലക്ട് ചെയ്തത്. എനിക്ക് കൂടുതലും അത് തന്നെയാണ് മാച്ചായി തോന്നാറുള്ളത്. ഓക്കെ. അപ്പം ഇനിയുള്ളത് ലിപ്സ്റ്റിക്കുകളാണ്. ആക്ച്വലി അത് ഞാൻ പറയാം. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഷുഗറിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലിപ് ക്രയോണും എൻ്റെ കയ്യിലുണ്ട്. ഈ ലിപ് ക്രയോൺ എങ്ങനെ എൻ്റെ ഓർഡർ ലിസ്റ്റിൽ വന്നു എന്നുള്ളത് എനിക്കറിയേയില്ല. കാരണം ഞാനിത് ഓർഡർ ചെയ്തത് ഈ ഒരു സാധനമാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് ഡെലിവറി ഡേറ്റ് ഒക്കെ വരുന്ന സമയത്താണ് എൻ്റെ ഓർഡർ ലിസ്റ്റിൽ ഈ ഒരു ലിപ് ക്രയോൺ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബേബി ഹൗസ്മാൻ ആണ്. ഞാനൊരിക്കലും അങ്ങനെ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എങ്ങനെ വന്നു? ഇത് വാങ്ങുമ്പോൾ ഇതിന് വരുന്നതാണോ? ഇതിൻ്റെ കൂടെ ഇതിലും എന്തായാലും ഫ്രീ ഒന്നും അല്ല. അവരത് എമൗണ്ട് എന്തായാലും നമ്മുടെ അടുക്കൽ നിന്ന് എടുത്തിട്ടുണ്ട് അവർ. പക്ഷെ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഈ ഒരു കളർ എന്ന് വെച്ചാൽ ഇതൊരു പീച്ച് ഷെയ്ഡ് എന്നാണ് അവർ പറയുന്നത്. നല്ല ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ യൂസ് ചെയ്തു. 02 ആണ് ഷെയ്ഡ് നമ്പർ. പൊസിറ്റാനോ പീച്ച് അങ്ങനെ എന്തോ ആണ് ഇത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല. എനിവേ ഇത് പീച്ച്, നല്ലൊരു ലൈറ്റ് പിങ്കിഷ് പീച്ച് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ കളർ എൻ്റെ ഒരു ലിപ്സിൽ ഇട്ടപ്പോഴത്തേനും എനിക്കിത് ഫീലായത് ഒരു എന്താ പറയുക, ഇങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റൊക്കെ കളർ ഉണ്ടാവില്ല, കുറച്ചൊരു ബ്രൗണും കുറച്ചൊരു അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു ഓയിലി ഫുഡൊക്കെ, അതായത് ലിപ്സ് ഒന്നും ശ്രദ്ധിക്കാണ്ട് വലിച്ചു വാരി തിന്നവരാണെങ്കിൽ പോകും ഇതെന്തായാലും. പക്ഷെ സ്റ്റെയിൻ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ക്രീമി മാറ്റാണ്, അങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്നതല്ല. പക്ഷെ എൻ്റെ ഒരു ലിപ്സിൽ ഇതെനിക്ക് ബ്രൈറ്റായിട്ട് ആണ് തോന്നിയത്. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കും ഷുഗറിൻ്റെ പ്രൊഡക്റ്റുകൾ, അതായത് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. ഇവരുടെ ബ്ലഷൊക്കെ അടിപൊളിയാണ്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ലിപ് ക്രയോൺ ആണ്. മുന്നേ ഞാനൊരു മിസ് റോസ എന്നുള്ളൊരു ലിപ് ക്രയോൺ യൂസ് ചെയ്യുന്നുണ്ട്, അത് അടിപൊളിയാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതൊരു മിനി ആണ് ലിപ് ക്രയോണ്. ഇതിൻ്റെ ഷെയ്ഡ് ഓൾമോസ്റ്റ് ഒരു വൈൻ കളർ പോലെയുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് ഇതാ കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് പൊതുവേ ഈ പേർപ്പിൾ വൈൻ കളറൊക്കെ ആൾക്കാരിട്ട് കാണാൻ നല്ല ഇഷ്ടമാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്കെന്തോന്നല്ല, എനിക്ക് സ്യൂട്ടാവാത്ത പോലെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കളറ്. മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണുകാർക്ക് വൈൻ പേർപ്പിൾ കളർ ഷെയ്ഡൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നതാണോ എന്നറിയില്ല. ഇപ്പോഴും ഞാൻ ഇട്ടത് ചെറിയൊരു വൈൻ അടിക്കുന്ന ഷെയ്ഡാണ്. ഇത് നിങ്ങൾ ക്യാമറയിൽ ചിലപ്പം കളർ മാറിയിട്ടായിരിക്കും കാണുന്നുണ്ടാവും, പക്ഷെ നേരിട്ട് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എന്തോ ഒരു സ്യൂട്ടാത്ത പോലെ. പക്ഷേ വാങ്ങിയതുകൊണ്ട് ഞാനിടുന്നു, കളയാൻ പറ്റില്ലല്ലോ.
അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ എൻ്റെ എന്താ പറയുക, വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ട് റീപർച്ചേസ് ചെയ്ത ഐറ്റംസും ഉണ്ട്, അല്ലാണ്ട് പരീക്ഷിക്കാൻ വാങ്ങിയ പ്രൊഡക്റ്റുകളും ഉണ്ട്. എനിവേ റീപർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും. എന്തായാലും പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ. അതുവരേക്കും ബൈ.